ഓക്കെ, നോക്കിയോ. നമുക്ക് ഇതിനകത്തെ നോക്കട്ടെ, മാക്സിമം ക്വസ്റ്റ്യൻസ് ഇന്ന് തന്നെ ചെയ്തു തീർക്കാം ഈ എക്സസൈസിനകത്ത്. നോക്കിക്കോളൂ. എല്ലാം അങ്ങ് ചെയ്യുവാണേ, ഞാനങ്ങ് ചെയ്തു തരാം, നോക്കിക്കോളൂ. ഞാൻ ഇടയ്ക്കത്തെ 1-2 ചെയ്യിപ്പിക്കാം. 2 ചെയ്യാവുള്ളേ. ഓക്കെ, 2-നകത്തേത്, അതായത് എക്സസൈസ് ഏതാണ്? 5.1 5.2 അല്ലേ? 5.2. എക്സസൈസ് 5.2-ന്റെ രണ്ടാമത്തേത്. ചൂസ് ദ കറക്റ്റ് ചോയ്സ് ഇൻ ദ ഫോളോയിങ് ആൻഡ് ജസ്റ്റിഫൈ. 30th ടേം ഓഫ് AP 10.7.4 ഈസ് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട് അല്ലേ? അതായത് 30th ടേം ഓഫ് AP 10.7.4 എക്സെട്ര ഈസ്. ഓപ്ഷൻ തന്നിട്ടുള്ളത് എ എന്ന് പറയുന്നത് 97, ബി എന്ന് പറയുന്നത് 77, സി എന്ന് പറയുന്നത് -77, ഡി എന്ന് പറയുന്നത് -87. നമുക്ക് നോക്കാം. നമുക്കറിയാം 30th ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ A30 = A പ്ലസ് എന്താ പഠിപ്പിച്ചേ? 29D എന്ന് ചെയ്താൽ മതി അല്ലയോ? അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടൈം 10 പ്ലസ് 29 ഇൻറ്റു ഇവിടുത്തെ കോമൺ ഡിഫറൻസ് നമുക്കറിയാം D = A2 മൈനസ് A1 ആണ്. ഇതാണ് A1, ഇതാണ് A2. അപ്പൊ നമുക്ക് 7 - 10 എന്ന് വരും, -3 എന്ന് വരും, 29 ഇൻറ്റു -3 എന്ന് വരും. അപ്പം 10 പ്ലസ് 9 3 27, 2 6 2 8 -87 എന്ന് വരുന്നു. അപ്പൊ നമുക്ക് 10 -87 എന്ന് വരുന്നു. അപ്പൊ നമുക്ക് -77 എന്ന് വരുന്നു. -77 ഉണ്ടല്ലോ, സി ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ ആണോ? അടുത്തത് എന്തോ പറ്റി? പനിയാണോ? പനി വല്ലതും ആണോ? ഓക്കെ, അപ്പൊ അടുത്തത് നോക്കിയോ. അടുത്തത് ബി എന്ന് പറയുന്നത് 11th ടേം ഓഫ് ദ AP -3 -1/2 2 ഈസ് ഡാഷ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ ഓപ്ഷൻ തന്നിരിക്കുന്നത് A 28, ബി എന്ന് പറയുന്നത് 22, സി എന്ന് പറയുന്നത് -38, ഡി എന്ന് പറയുന്നത് -48 1/2 ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം 11ാമത്തെ ടേം ആയതുകൊണ്ട് A11 = A + 10D എന്ന് ചെയ്താൽ മതി. ശരിയല്ലേ? അപ്പൊ നമുക്ക് -3 + 10 × D കണ്ടുപിടിക്കണം. D കണ്ടുപിടിക്കാൻ A2 - A1 ആണ്. A2 എന്ന് പറയുന്നത് -1/2 മൈനസ് A1 എന്ന് പറയുമ്പോൾ -3 ആണ്. അപ്പൊ ഇതെന്ത് വരും? -1/2 + 3 എന്ന് വരും. LCM എടുക്കുമ്പോൾ ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. -1 + 6/2 എന്ന് വരുന്നു. 6 - 5 എന്ന് പറയുമ്പോൾ 1 എന്ന് പറയുമ്പോൾ 5/2 എന്ന് വരുന്നു. അപ്പൊ 5/2 വരുമ്പോൾ -3 + 10 × 5/2 എന്ന് വരുന്നു. ഇത് രണ്ടും വേണം ഇവിടെ വെച്ച് കട്ട് ചെയ്താൽ 5 വരും. അപ്പൊ -3 + 25 എന്ന് വരുന്നു. 25 - 3 എന്ന് പറയുമ്പോഴത്തേക്കും 22 വരും. പിന്നെ ആൻസർ ബി. ശരിയാണോ? ശരിയാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ മൂന്നാമത്തേത്. ഇൻ ദ ഫോളോയിങ് APs ഫൈൻഡ് ദ മിസ്സിംഗ് ടേം. അപ്പം ഓൾറെഡി നമുക്കറിയാം 2 കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഗ്യാപ്പ് ആണ് ഒന്നാമത്തെ ക്വസ്റ്റ്യന്, പിന്നെ 26 ആണ്. ഓക്കെ, ഇതിന്റെ മിസ്സിംഗ് ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത്? എന്താ, ഫസ്റ്റ് ടേം A2 ആണല്ലോ, ഇത് 26 എന്ന് പറയുമ്പോൾ തേർഡ് ടേം, അപ്പൊ A3 ആണ്. A3 എന്ന് പറയുമ്പോൾ എന്താ, A + 2D ആണ്. ഇങ്ങനെയല്ലേ കണ്ടുപിടിക്കുന്നേ? ഇവിടുന്ന് A വെച്ച് ഇങ്ങനെ കണ്ടുപിടിച്ച് ഇവിടുന്ന് 26 കൊടുത്തു, ഇവിടെ 2 കൊടുത്തു, D കണ്ടുപിടിച്ച്, അങ്ങനെയല്ലേ ചെയ്യുന്നേ? ഓക്കെ, ഞാൻ ഇന്നലെ ഒരു ഇക്വേഷൻ പഠിപ്പിച്ചായിരുന്നല്ലോ. ഇത് അങ്ങനെ ചെയ്താലും പ്രശ്നമില്ല, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഞാൻ ഇന്നലെ ഒരു ഇക്വേഷൻ പഠിപ്പിച്ചായിരുന്നു. എന്തോ, D കണ്ടുപിടിക്കാൻ D = ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്ന്. ശരിയല്ലേ? അപ്പം ഇത് ഫസ്റ്റ് ടേം, ഇത് തേർഡ് ടേം ആണ്. അപ്പം ടേം ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ ടേം എന്ന് പറയുന്നത് 26 - 2 ഡിവൈഡഡ് ബൈ 3 - 1. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 26 - 2 എന്ന് പറയുമ്പോൾ 24 ഡിവൈഡ് ബൈ 2 = 12. അപ്പൊ കോമൺ ഡിഫറൻസ് 12 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കൂടെ 12 കൂട്ടി കഴിഞ്ഞാൽ ഇത് കിട്ടും 14. ശരിയല്ലേ? അപ്പൊ അത് എഴുതി കാണിക്കണം. A2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A1 + 12 എന്ന് എഴുതിയാൽ മതി. അപ്പൊ A1 എന്ന് പറയുമ്പോൾ എത്ര? A1 എന്ന് പറയുമ്പോൾ 2 + 12 എത്ര? 14. അപ്പൊ A2 എന്ന് പറയുമ്പോൾ എത്ര? 14 ആണ്. മനസ്സിലായോ? നിങ്ങളുടെ രീതി ചെയ്യുമ്പോൾ നോക്കിയോ, A3 ആണ് തന്നിരിക്കുന്നത്. A3 = A + 2D ആണ്. അപ്പൊ നമുക്ക് A3 26 തന്നിട്ടുണ്ട്. 26 = A എന്ന് പറയുമ്പോൾ എന്താ,
എ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഫസ്റ്റ് ടേം എന്താ 2 ആണ് തന്നിരിക്കുന്നത് പ്ലസ് 2 ഇൻറ്റു ഡി. അപ്പോൾ ഇവിടെ 26 മൈനസ് 2 ഈസ് ഈക്വൽ ടു 2D എന്നും 26 മൈനസ് 2 എന്ന് പറയുമ്പോൾ 24 ബൈ 2 ഈസ് ഈക്വൽ ടു ഡി എന്ന് വരുന്നു. അപ്പോൾ ഡി ഈസ് ഈക്വൽ ടു 12. എന്നിട്ട് ഇതുപോലെ ചെയ്യാം. ഇതിനകത്ത് ഇപ്പൊ അടുത്തടുത്ത ടേം ആയതുകൊണ്ടും ഫസ്റ്റ് ടേമും ഒക്കെ ആയതുകൊണ്ടും നമുക്ക് രണ്ട് ഇക്വേഷൻ കൺസിഡർ ചെയ്യേണ്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് സൈമൾട്ടേനിയസ് ഇക്വേഷൻ വഴി ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യുമ്പോൾ കുറെ സമയം എടുക്കും. അങ്ങനെയുള്ള കേസുകളിൽ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഈ രീതിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കാതെ ഈ രീതി ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് ടൈം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഓക്കെ. രണ്ടാമത്തേത് ഇത് തന്നിട്ട് ഇല്ല, അടുത്തത് 13, ഇത് തന്നിട്ടില്ല, അടുത്തത് 3. ഇവിടെ നമുക്ക് സെക്കൻഡ് ടേമും പിന്നെ ഫോർത്ത് ടേമും ആണ് തന്നിട്ടുള്ളത്. നിങ്ങളുടെ രീതിയിലാണ് നിങ്ങൾ എന്താ ചെയ്യുന്നത്? A2 ഈസ് ഈക്വൽ ടു എ പ്ലസ് ഡി എന്നും A4 ഈസ് ഈക്വൽ ടു എ പ്ലസ് 2D എന്നും ചെയ്യും, അല്ല എ പ്ലസ് 3D എന്നും ചെയ്യും. എന്നിട്ട് എന്താ ഇതിന്റെ വാല്യൂ എടുത്ത് രണ്ട് ഇക്വേഷൻ കൺസിഡർ ചെയ്തിട്ട് സൈമൾട്ടേനിയസ് ഇക്വേഷൻ വഴി ചെയ്യും. ആണോ? എന്നാൽ ഞാൻ ചെയ്യുന്നത് തന്നെ ഇങ്ങനെയാണ്. ഡി കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ടേം ഡിഫറൻസ് ഇവിടെ, അതായത് കഴിഞ്ഞുള്ള ടേം ആണ്, അതായത് ഇവിടെ തന്നിരിക്കുന്നതിൽ ഏറ്റവും അവസാനം തന്നിരിക്കുന്ന ടേം വേണം ആദ്യം ഉപയോഗിക്കാൻ. അപ്പോൾ ഈ 3 മൈനസ് 12 എന്ന് വരും, അല്ല മൈനസ് 13 എന്ന് വരും, ഡിവൈഡഡ് ബൈ 4 മൈനസ് 2. 3 മൈനസ് 12 എന്ന് പറയുമ്പോൾ മൈനസ് 13 എന്ന് പറയുമ്പോൾ മൈനസ് 10 ഡിവൈഡ് ബൈ 2 മൈനസ് 5 ആയിരിക്കും. അപ്പോൾ മൈനസ് 5 എന്ന് വരുമ്പോൾ നോക്കൂ, അപ്പോൾ നിങ്ങൾക്ക് എ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, അല്ല A1 കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, A2-ൽ നിന്ന് എന്ത് ചെയ്താൽ മതി, A2-ന്റെ കൂടെ, അല്ലെങ്കിൽ നോക്കാം എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി നോക്കിക്കോ. ഇവിടെ എനിക്ക് A3 ആ കണ്ടുപിടിക്കേണ്ടത്. എന്ത് ചെയ്യണം? A3 കണ്ടുപിടിക്കുന്നത് എന്താ ചെയ്യേണ്ടത്? A3 ഈസ് ഈക്വൽ ടു രണ്ടാമത്തെ ടേമിന്റെ കൂടെ -5 കൂട്ടിയാൽ മതി, ശരിയല്ലേ? അപ്പൊ രണ്ടാമത്തെ ടേം 13 ആണ്, അതിന്റെ കൂടെ -5 കൂട്ടുമ്പോൾ അത് -5 എന്ന് വരുന്നു. അപ്പൊ എത്ര വരും? 8 വരും, ശരിയല്ലേ? അപ്പൊ മൂന്നാമത്തെ ടേം 8. ഇനിയും എനിക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണമെങ്കിൽ സെക്കൻഡ് ടേമിന്റെ കൂടെ എന്ത് ചെയ്യണം? 5 മൈനസ് ചെയ്യുക ചെയ്യണം. കാരണം മുമ്പിലുള്ള ടേം എന്ന് പറയുമ്പോൾ 5 മൈനസ് അല്ലേ, കഴിഞ്ഞിട്ടുള്ളത് 5 പ്ലസ്. അപ്പം A1 കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ, A2 എന്ന് പറയുമ്പോൾ 13 ആണ്, പ്ലസ് 5 വരും. അപ്പൊ എത്ര വരും? 18 വരും. അപ്പൊ ഇത് 18. മനസ്സിലായോ? ഇനി നിങ്ങളുടെ രീതി പറഞ്ഞു തരണോ? നിങ്ങളുടെ രീതി ചെയ്യണമെങ്കിൽ, നിങ്ങളുടെ രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വരും. രണ്ടാമത്തെ ടേം തന്നിട്ടുണ്ട്, അപ്പം A2 ഈസ് ഈക്വൽ ടു എ പ്ലസ് ഡി ആണ്. അപ്പൊ A2 13 തന്നിട്ടുണ്ട്, 13 ഈസ് ഈക്വൽ ടു എ പ്ലസ് ഡി ആണ്. ഇനിയും നാലാമത്തെ ടേം A4 ഈസ് ഈക്വൽ ടു എ പ്ലസ് 3D ആണ്. നാലാമത്തെ ടേം തന്നിട്ടുണ്ട് 3 ഈസ് ഈക്വൽ ടു എ പ്ലസ് 3D. ഞാൻ ഇങ്ങനെ എടുക്കുന്നു, അതായത് എ പ്ലസ് 3D ഈസ് ഈക്വൽ ടു 13 എന്നും, അതേപോലെ തന്നെ എ പ്ലസ് ഡി ഈസ് ഈക്വൽ ടു, എ പ്ലസ് 3D ഈസ് ഈക്വൽ ടു 3 എന്നും എ പ്ലസ് ഡി ഈസ് ഈക്വൽ ടു 13 എന്നും എടുക്കുന്നു. ഓക്കെ, ഇത് ഇക്വേഷൻ 1, ഇത് ഇക്വേഷൻ 2. ഓൾറെഡി ഇതിന്റെ രണ്ട് വേരിയബിൾ സെയിം ആണ്, എ തന്നെയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോവാ, ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2 ചെയ്യാൻ വേണ്ടി നടുക്ക് എല്ലാം മൈനസ് ആക്കി. അപ്പൊ എന്ത് വരും? എ മൈനസ് എ എന്ന് പറയുമ്പോൾ 0, ഡി മൈനസ് 3D എന്ന് പറയുമ്പോൾ -2D, 13 മൈനസ് 3 എന്ന് പറയുമ്പോഴത്തേക്കും 10. അപ്പൊ നമുക്ക് ഡി ഈസ് ഈക്വൽ ടു 10 ബൈ -2 എന്ന് വരുന്നു. അപ്പൊ -5 എന്ന് വരുന്നു. എന്നിട്ട് ഇതുകൊണ്ട് ഫസ്റ്റ് ഇക്വേഷൻ അത് കൊടുത്താൽ മതി. അപ്പം 13 ഈസ് ഈക്വൽ ടു എ പ്ലസ് ഡി എന്നാണ്. 13 ഈസ് ഈക്വൽ ടു എ പ്ലസ് -5 എന്ന് വരുന്നു. -5 ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ 13 പ്ലസ് 5 ഈസ് ഈക്വൽ ടു എ. എ ഈസ് ഈക്വൽ ടു എത്രയാ? 18. ഓക്കെ ആണോ? രണ്ട് രീതിയിലും പറഞ്ഞു. ഇനി അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. 5 തന്നിട്ടുണ്ട്, പിന്നെ 2 ഗ്യാപ്പ്, പിന്നെ 9 1/2 ആണ്. 9 1/2 എന്താക്കണമെന്ന് അറിയാമോ? അതിന്റെ മിക്സഡ് ഫ്രാക്ഷൻ മാറ്റിയിട്ട് ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഇത് ഇൻറ്റു ഇത് ചെയ്തിട്ട് പ്ലസ് 1/2 ആണ്. അതായത് ഇതിനെ 9 1/2 ഫ്രാക്ഷൻ ആക്കുമ്പോൾ ഇങ്ങനെ എഴുതണം, 9 ഇൻറ്റു 2 പ്ലസ് 1/2 എന്ന് വരും, 1/2. അപ്പം 18 പ്ലസ് 1/2 19/2 എന്ന് വരും. ഓക്കെ, അപ്പൊ അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുക, 5-19/2. അപ്പൊ ഇത് ഫസ്റ്റ് ടേം ആണ് എ, ഇതാണെങ്കിൽ ഫോർത്ത് ടേം ആണ്. നിങ്ങളുടെ രീതിയിൽ തന്നെ ചെയ്യിപ്പിക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ A5 ഉണ്ട്. ഇനി ഫോർത്ത് ടേം A4 കണ്ടുപിടിക്കാൻ വേണ്ടി എ പ്ലസ് 3D ചെയ്താൽ മതി, ശരിയല്ലേ? A4 ഓൾറെഡി തന്നിട്ടുണ്ട് 19/2, എ തന്നിട്ടുണ്ട് 5 പ്ലസ് 3D ചെയ്യാം. അപ്പൊ നമുക്ക് 5നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അതേ 19/2 -5 ഈസ് ഈക്വൽ ടു 3D എന്ന് വരുന്നു.
ഈ സൈഡിൽ LCM എടുക്കണം. അപ്പൊ 19 ഇതിങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10, 19 മൈനസ് 10 ഡിവൈഡ് ബൈ 2 എന്ന് എഴുതാം. അത് ഈക്വൽ ടു 3D എന്ന് വരുന്നു. 19 മൈനസ് 10 എന്ന് പറയുമ്പോഴത്തേക്ക് 9, 9 ബൈ 2 ഈസ് ഈക്വൽ ടു എന്താണ് 3D എന്ന് വരുന്നു. അവിടെ നിന്ന് നമുക്ക് ഈ 3നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 9 ബൈ 2 ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു D എന്ന് വരുന്നു. 9 ബൈ 6 ഈസ് ഈക്വൽ ടു D എന്ന് വരുന്നു. ഇത് 3 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 3 3 സാർ 9, 2 3 സാർ 6, അപ്പോൾ 3 ബൈ 2 D ഈസ് ഈക്വൽ ടു 3 ബൈ 2. അപ്പം D 3 ബൈ 2 വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ സെക്കൻഡ് ടേമും തേർഡ് ടേമും ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇനി എന്ത് ചെയ്താൽ മതി? എ സെക്കൻഡ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? എ പ്ലസ് ഡി ചെയ്താൽ മതി, ശരിയല്ലേ? അപ്പം എന്താ എ പ്ലസ് ഡി ചെയ്യുമ്പോൾ 5 പ്ലസ് ഡി എത്രയാ? 3 ബൈ 2. അപ്പൊ നമുക്ക് എത്ര വരും? 3 ഇവിടെ ഇങ്ങോട്ട് LCM എടുക്കണം. അപ്പൊ 10 പ്ലസ് 3 ബൈ 2 എന്ന് വരുന്നു, 13 ബൈ 2 എന്ന് വരുന്നു. അടുത്തത് A3 കണ്ടുപിടിക്കാൻ വേണ്ടി എ പ്ലസ് 2D ചെയ്താൽ മതി. എ എന്ന് പറയുമ്പോഴത്തേക്കും 5 ആണ്, 2 എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 3 ബൈ 2 എന്ന് വരുന്നു. 2 ഇൻറ്റും കട്ട് ചെയ്ത് കളയുന്നു. അപ്പൊ നമുക്ക് 5 പ്ലസ് 3 വരുന്നു, അതായത് 8 വരുന്നു. കണ്ട, ഇങ്ങനെ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകുമ്പോൾ -4 ഡാഷ് 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 ആർ 1 2 3 4 ഡാഷ്. അപ്പം നമുക്ക് എയും തന്നിട്ടുണ്ട്, 1 2 3 4 5 6, അതായത് A6 തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം A6 കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? A പ്ലസ് 5D ചെയ്താൽ മതി, ശരിയല്ലേ? A6 എന്ന് പറയുമ്പോൾ 6 ആണ്, A എന്ന് പറയുമ്പോൾ -4 ആണ്, പ്ലസ് 5D ചെയ്താൽ മതി. അപ്പം 6 ഈ -4 അപ്പുറത്ത് വരുമ്പോൾ 6 പ്ലസ് 4 ഈസ് ഈക്വൽ ടു 5D എന്ന് വരുന്നു. അവിടുന്ന് 10 ഈസ് ഈക്വൽ ടു 5D എന്ന് വരുന്നു. അവിടുന്ന് 10 ബൈ 5 ഈസ് ഈക്വൽ ടു D എന്ന് വരുന്നു. ഇത് രണ്ട് കട്ട് ചെയ്യുമ്പോൾ D ഈസ് ഈക്വൽ ടു 2 എന്ന് വരുന്നു. കണ്ടോ? അപ്പോൾ D 2 ആണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എന്താ? അത് കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെ എഴുതും? A2 കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? A പ്ലസ് D ചെയ്താൽ മതി, അതായത് -4 പ്ലസ് 2 ചെയ്താൽ മതി. അപ്പം -2 വരും. അപ്പോൾ ഇവിടെ -2. അടുത്തത് A3 കണ്ടുപിടിക്കാൻ വേണ്ടി A പ്ലസ് 2D ചെയ്താൽ മതി. അപ്പം -4 പ്ലസ് 2 ഇൻറ്റു 2 ചെയ്യണം. -4 പ്ലസ് 2 ഇൻറ്റു 2 ചെയ്യുമ്പോഴത്തേക്കും -4 പ്ലസ് 4 എന്ന് വരുന്നു, ഈസ് ഈക്വൽ ടു 0. ഇവിടെ 0. അടുത്തത് A4 കണ്ടുപിടിക്കാൻ വേണ്ടി A പ്ലസ് 3D ചെയ്യണം. അപ്പം -4 പ്ലസ് 3 ഇൻറ്റു D എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര? 3 ഇൻറ്റു D എന്ന് പറയുമ്പോഴത്തേക്ക് 2 ആണ്. അപ്പം -4 പ്ലസ് 6 എന്ന് വരുന്നു. അപ്പം -4 6 എന്ന് പറയുമ്പോൾ 2 എന്ന് വരും. അടുത്തത് A5 കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? A പ്ലസ് 4D ചെയ്താൽ മതി. -4 പ്ലസ് 4 ഇൻറ്റു 2 8 ആണ്. അപ്പം -4 പ്ലസ് 8 എന്ന് വരുന്നു. 8 മൈനസ് 4 എന്ന് പറയുമ്പോഴത്തേക്ക് 4 എന്ന് വരും. കണ്ടോ? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അടുത്തത് നോക്കിയോ. അടുത്ത അഞ്ചാമത്തെ ഹോംവർക്ക് ചെയ്യണേ. അഞ്ചാമത്തെ ഹോംവർക്ക് ചെയ്തോ. അതായത് ഇത്, അതായത് ഡാഷ് 38 ഡാഷ് 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 -22. അത് ഹോംവർക്ക് ചെയ്തോ. ഓക്കെ.
അടുത്ത അവര് മെയിൻ ക്വസ്റ്റ്യന്റെ നാലാമത്തെ അവർ ചോദിച്ചിരിക്കുന്നത് വിച്ച് ടേം ഓഫ് എ പി 3, 8, 13, 18 എക്സെട്ര ഈസ് 78. 78 ഏത് ടേം ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനർത്ഥം എന്തുവാ? നമ്മൾ എന്തുവാ കണ്ടുപിടിക്കണ്ടേ? 78 എത്രാമത്തെ ഇതിലാ വരുന്നത്? അപ്പം n ആണോ കണ്ടുപിടിക്കേണ്ടത്, an ആണോ കണ്ടുപിടിക്കേണ്ടത്? n. 78 എത്രാമത്തെ ടേം ആണെന്നാണ് കണ്ടുപിടിക്കുമ്പോൾ 78ന്റെ അതായത് ഏത് പൊസിഷനിലാണ് കിടക്കുന്നതെന്നാണ് കണ്ടുപിടിക്കുന്നത്. ഇപ്പം ഫസ്റ്റ് പൊസിഷൻ, ഇത് ഫസ്റ്റ് പൊസിഷൻ, ഇത് സെക്കൻഡ്, ഇത് തേർഡ്, ഇത് ഫോർത്ത്, അങ്ങനെ എത്രാമത്തെ പൊസിഷനിലാണ്. അപ്പം അതെന്ന് പറയുമ്പോൾ n ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 78നെ എന്തായിട്ട് കൊടുക്കണം? an. an ആയിട്ട് കൊടുക്കണം. അപ്പൊ നമ്മുടെ ഇക്വേഷൻ an ഈസ് ഈക്വൽ ടു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്നാണ്. അങ്ങനെയാണെങ്കിൽ an എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 78, കാരണം ആ 78ന്റെ n ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണല്ലോ? അപ്പം n അറിയണം, അത് കണ്ടുപിടിക്കണം. a എന്ന് പറയുന്നത് 3 ആണ്, d എന്ന് പറയുന്നത് 8 മൈനസ് 3 എന്ന് പറയും, അത് 5 ആണ്. കൊടുക്കാം. 78 ഈസ് ഈക്വൽ ടു a 3 പ്ലസ് n മൈനസ് 1 ഇൻറ്റു d എന്ന് പറയുമ്പോൾ 5. ഈ 5നെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 78 ഈസ് ഈക്വൽ ടു 3 പ്ലസ് 5n മൈനസ് 5 എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ 78 മൈനസ് 3 ഈസ് ഈക്വൽ ടു 5n മൈനസ് 5 എന്ന് വരുന്നു. 78 മൈനസ് 3 എന്ന് പറയുമ്പോഴത്തേക്കും 75 ആണ്. വീണ്ടും ഈ മൈനസ് 5നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ പ്ലസ് 5 ഈസ് ഈക്വൽ ടു 8 5n എന്ന് വരുന്നു. 5n എന്ന് വരുന്നു. 75 പ്ലസ് 5 80 ആണ്. 80 ഈസ് ഈക്വൽ ടു 5n എന്ന് വരുന്നു. 80/5 ഈസ് ഈക്വൽ ടു n എന്ന് വരുന്നു. 80/5 എന്ന് പറയുമ്പോൾ എത്ര? 4×5 6 16 ഇൻറ്റു 5 60 ആണ്. 16 ഇൻറ്റു 5 ആണ് 80. അപ്പൊ n ഈസ് ഈക്വൽ ടു എത്രയാ? 16. അതായത് 16th ടേം ആണ്, A16 ആണ് ശരിക്കും 78 എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അപ്പൊ നോക്കിക്കോളൂ. അടുത്തത് ഫൈൻഡ് ദ നമ്പർ ഓഫ് ടേംസ് ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് APs. നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കും. നമ്പർ ഓഫ് ടേംസ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാ? n കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ആദ്യത്തെ തന്നിരിക്കുന്നത് 7, 13, 19 എക്സെട്ര അപ് ടു 205. അപ്പൊ 205 വരെ ഉള്ളൂ. അപ്പൊ 205ാമത്തെ ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. 205ാമത്തെ ടേം എത്രാമത്തെ പൊസിഷനിലാണ് കിടക്കുന്നത്? അപ്പൊ ഇതിന്റെ n ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ an ഈസ് ഈക്വൽ ടു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ആണ്. പൊസിഷനാണ് കണ്ടുപിടിക്കുന്നത്, അതുകൊണ്ട് n ആണ് കണ്ടുപിടിക്കേണ്ടത്. an ഇവിടെ തന്നിട്ടുണ്ട്, ആ an കിടക്കുന്നതിന്റെ n ആണ് കണ്ടുപിടിക്കുന്നത്. an പൊസിഷൻ 205ന്റെ പൊസിഷൻ. അപ്പം ഇവിടെ a എന്ന് പറയുന്നത് 7 വരും, d എന്ന് പറഞ്ഞാൽ 13 മൈനസ് 7 എന്ന് പറയുമ്പോൾ 6 വരും. ഇട്ട് കൊടുക്കുക. 205 ഈസ് ഈക്വൽ ടു 7 പ്ലസ് n മൈനസ് 1 ഇൻറ്റു 6. 6നെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം 205 മൈനസ് 7 ഈസ് ഈക്വൽ ടു 6n മൈനസ് 6 എന്ന് വരുന്നു. കാരണം ഈ 7നെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഇതിവിടെ 205 7 പോയി കഴിഞ്ഞാൽ 198 ആണ്. ഈസ് ഈക്വൽ ടു എന്താ? 6n മൈനസ് 6. വീണ്ടും 6നെ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പം 198 പ്ലസ് 6 ആയി. 198 പ്ലസ് 6 ഈസ് ഈക്വൽ ടു എന്താ? 6n ആയി. അവിടെ 198 പ്ലസ് 6 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും? 204 വരും. 204 ഈസ് ഈക്വൽ ടു 6n. അവിടുന്ന് 204 ഡിവൈഡഡ് ബൈ 6 ഈസ് ഈക്വൽ ടു n എന്ന് വരുന്നു. കട്ട് ചെയ്യുമ്പോൾ 6 3 18, 2 ബാക്കി വരും 24, 6 4 34. അപ്പൊ n ഈസ് ഈക്വൽ ടു 34. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ A34ന്റെ ആൻസർ ആണ് ശരിക്കും 205. മനസ്സിലായോ? മനസ്സിലായി. എങ്കിലായെന്ന് പറയാവേ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തേ. ഒരു ഒറ്റ മിനിറ്റിനുള്ളിൽ ചെയ്യണേ അടുത്ത ക്വസ്റ്റ്യൻ.
കിട്ടിയോ? N 27. ഏതാ? 27. 27. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 18, 15 1/2, അടുത്തത് 13 എക്സെട്ര അപ് ടു -47 ആണ്. നമുക്ക് ആദ്യം ഇതിനെ എന്താ 15 1/2നെ നമുക്ക് അതായത് 15 1/2നെ നോർമൽ ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 15 × 2 + 1/2 എന്ന് എഴുതാം. അതായത് 31/2 എന്ന് വരും. അപ്പൊ ഇത് 18, അടുത്ത എത്ര 31/2, അടുത്ത 13 എക്സെട്ര അപ് ടു -47. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ -47ന്റെ n ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം an നെ നിങ്ങൾ എന്തായിട്ട് എടുക്കുക? an നെ -47 ആയിട്ട് എടുക്കുക. an നെ നിങ്ങൾ 18 ആയിട്ട് എടുക്കുക. d നെ നിങ്ങൾ 31 - 18. അപ്പൊ നമുക്ക് എന്ത് വരും? ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് 31 - 36/2 എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് -5/2 എന്ന് വരുന്നു. ഓക്കെ, ഇട്ട് കൊടുക്കാം. an നകത്ത് an = a + n - 1 × d ആണ്. an എന്ന് പറയുമ്പോഴത്തേക്കും -47 a എന്ന് പറയുമ്പോൾ 18 + n - 1 × d - 5/2. ഇതകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെയൊക്കെ ശ്രദ്ധിച്ചോണം, മൈനസ് വരുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോണം. -47 + 18 + -5/2 × n എന്ന് പറയുമ്പോഴത്തേക്കും -5n/2 ആണ്. -5/2 × -1 എന്ന് പറയുമ്പോൾ +5/2 ആണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ഇതിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ 18നെ ഇങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ -47 - 18 വരുന്നു. -5n/2 +5/2 എന്ന് വരുന്നു. അടുത്തത് 47 47 57 57 8 65. അപ്പം -65 -5n/2 +5/2. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഇവിടെ ഒന്ന് എന്താണെന്നറിയോ? -65 ഇവിടെ ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ ഇങ്ങനെ ഇതിൽ നിന്ന് വേണമെങ്കിൽ ഇങ്ങനെ മാറ്റാം. എന്താ, രണ്ടിലും ഡിനോമിനേറ്റർ 2 ആയതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ -5n + 5/2 എന്ന് എഴുതിയിട്ട് ഈ 2നെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -65 × 2 = -5n + 5 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ -65 × 2 എന്ന് പറയുമ്പോഴത്തേക്കും 130 -5n + 5. ഇത് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് -130 - 5 -5 എന്ന് വരുന്നു. അവിടെ നിന്ന് -135 -5 എന്ന് വരുന്നു. n കട്ട് ചെയ്ത് പോകുന്നു. അപ്പോൾ 135/5 എന്ന് വരുന്നു. n കട്ട് ചെയ്യുമ്പോൾ ഈ 5 10 7 5 35 കണ്ടോ. അപ്പം n = 27 എന്ന് വരും. ഓക്കെ അല്ലേ? Okay. ഓക്കെ, അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ check whether -150 is a term of AP 11 8 5 2. നമുക്കറിയാം, ഇപ്പൊ മുകളിലൊക്കെ നമ്മൾ ചെയ്തപ്പോൾ 205 അതിനകത്തെ ടേം എത്രാമത്തെ ടേം ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞപ്പോൾ എന്നിന് നമുക്ക് കൃത്യമായിട്ടൊരു വാല്യൂ ഉണ്ടായിരുന്നു. അപ്പം -50 ഇതിനകത്തെ ഒരു ടേം ആണെങ്കിൽ എന്നിനൊരു ഡെസിമൽ ഇല്ലാത്ത, ഫ്രാക്ഷൻ അല്ലാത്ത ഒരു വാല്യൂ കിട്ടും. അപ്പൊ അത് കിട്ടുന്നില്ല, എന്നിന് നിങ്ങൾക്ക് ഇപ്പൊ ഡെസിമൽ ആണ് കിട്ടുന്നതെങ്കിൽ ഈ -150 അതിനകത്തെ വാല്യൂ അല്ല എന്നർത്ഥം. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റിനകത്ത് നിങ്ങൾ n കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം. ഓക്കെ ആണോ? Okay. ഓക്കെ, അപ്പൊ നമ്മുടെ an എന്ന് പറയുമ്പോഴത്തേക്കും -150 ഇടുക. n അറിയത്തില്ല, കണ്ടുപിടിക്കുക. അതിന് വാല്യൂ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും -150 അതിലെ ഒരു ടേം ആണ്. a എന്ന് പറയുന്നത് 11ഉം അതേപോലെ തന്നെ എന്താണ് d എന്ന് പറയുന്നത് 8 - 11 എന്ന് പറയുമ്പോൾ -3 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് an = a + n - 1 × d ആണ്. അവിടുന്ന് -150 11 + n - 1 × -3 എന്ന് വരുന്നു. -3നെ അകത്തോട്ട് രണ്ടുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ആയതുകൊണ്ട് ശ്രദ്ധിച്ചോണം. അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് എന്തെന്ന് വരും? ഇവിടെ -3 × n എന്ന് പറയുമ്പോൾ -3n, -3 × -1 എന്ന് പറയുമ്പോൾ +3. ഇനി വീണ്ടും -150 ഈ 11നെ ഇങ്ങോട്ട് കൊണ്ട് -11 = -3n + 3 എന്ന് വരുന്നു. -150 -11 എന്ന് പറയുമ്പോൾ -161 = -3n + 3. ഇത് വീണ്ടും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ -161 - 3 = -3n എന്ന് വരുന്നു. അവിടെ നിന്ന് -61 - 3 എന്ന് പറയുമ്പോൾ -164 വരുന്നു. -3n എന്ന് വരുന്നു. ഇത് മൈനസും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് n കണ്ടുപിടിക്കുമ്പോൾ 164/3 = n. നിങ്ങളൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി, അത് ഡിവൈഡ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ 5 3s are 15 14 ആയിരുന്നു. അപ്പൊ നമുക്ക് 164/3 ചെയ്യുമ്പോൾ i 3 15 1 4. അപ്പൊ എന്തായാലും 3 4 3 12 2 കണ്ടോ. അപ്പൊ എന്തായാലും ഡെസിമൽ വരും. അപ്പം നമുക്ക് n
is a fractional value. Fractional. Here n is a fractional. Like n is a fraction. Here n is a fraction. So minus 150 is not a term of the sequence. Clear or no? Clear ആണ്. ഏഴാമത്തെ ഒന്ന് ട്രൈ ചെയ്തേ. ഏഴാമത്തെ കിട്ടി. ഓക്കെ. അപ്പൊ ഇതിനകത്ത് നമുക്ക് A31 കണ്ടുപിടിക്കണം. A31 കണ്ടുപിടിക്കണമെങ്കിൽ A+29D ആണ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടുത്തെ എയും ഡിയും അറിയത്തില്ല. അതിനുവേണ്ടി അവർ തന്നിട്ടുണ്ട് 11th ടേം തന്നിട്ടുണ്ട്. A11 തന്നിട്ടുണ്ട്. എത്രയാ? A11 എന്ന് പറയുന്നത് 38ഉം അതേപോലെ തന്നെ A16 എന്ന് പറയുന്നത് എത്രയും തന്നിട്ടുണ്ട്? 73 തന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ മറ്റേ ഇക്വേഷൻ വെച്ച് ഞാൻ പഠിപ്പിച്ച ഇക്വേഷൻ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. എന്താ? D = ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയേ. അല്ല, അങ്ങനെ ചെയ്താലും നമുക്ക് എ കണ്ടുപിടിക്കാൻ വീണ്ടും ചെയ്യണമല്ലോ. 11. എന്നാൽ നിങ്ങൾ ചെയ്യുന്ന പോലെ ചെയ്തോ. എ കണ്ടുപിടിക്കാൻ വീണ്ടും ചെയ്യേണ്ടി വരും. കോമൺ ഡിഫറൻസ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അങ്ങനെ. അപ്പൊ നമ്മൾ ഇവിടെ എന്താ A11 എന്ന് പറയുമ്പോൾ എത്ര? A11 എന്ന് പറയുമ്പോൾ A+10D ആണല്ലോ. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. 38 = A+10D എന്ന് എഴുതാം. അതേപോലെ A16 എന്ന് പറയുമ്പോൾ A16 = A+15D എന്ന് എഴുതാം. അപ്പം 73 = A+15D എന്ന് എഴുതാം. രണ്ട് ഇക്വേഷൻ എടുത്ത് എഴുതുന്നു. A+10D = 38. അതേപോലെ A+15D = എത്രയാ? 73. എന്നിട്ട് മൈനസ് ചെയ്യുന്നു. ഒരേപോലെ ആക്കിയിട്ട് ഇപ്പൊ ഓൾറെഡി ഒരേപോലെ ആണ്. ഒരു ഡിയോ അല്ലെങ്കിൽ എ ഒരേപോലെ ആക്കണം. ഓക്കെ. സൈമൾട്ടേനിയസ് ഇക്വേഷൻ ലീനിയർ ഇക്വേഷൻ ഇല്ലേ അത്.
അപ്പൊ ഇത് 0 ആയി പോകുന്നു. ഇത് നെഗറ്റീവ് 5d ആവുന്നു. ഇത് 38, 48, 58, 68, 5 70, 35, 45 അല്ലയോ? 48, 68, 68 അല്ല, ഇവിടെ 5 വരും, ഇവിടെ 5ഉം ഇവിടെ 35ഉം വരും. ഓക്കെ, അപ്പൊ ആ ഡി വരുമ്പോ എത്ര? 35 ഡിവൈഡ് ബൈ -5 എന്ന് പറയുമ്പോൾ -7 ആണോ? ഇങ്ങനെയാണോ കിട്ടിയേ? ഇനി എ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? എ പ്ലസ് 10 ഇൻറ്റു -7 ഈസിക്കൽ ടു 38. അപ്പം എ പ്ലസ് -70 ഈസിക്കൽ ടു 38. അപ്പം എ ഈസിക്കൽ ടു 38 പ്ലസ് 70. എ ഈസിക്കൽ ടു 108 ആണോ? എനിക്ക് 32 -32 ആക്കിട്ട്. ഏതാ ഫസ്റ്റ് ടൈമോ? എ. കോമൺ ഡിഫറൻസ് എത്ര കിട്ടിയേ? 7. വെറും 7 അതെങ്ങനെ വെറും 7 വരുന്നേ എന്ന് പറഞ്ഞേ? പറയാമോ? ഒന്ന് ചെയ്തത് ശരിയാണോ നോക്കി. ഇവിടെ നോക്കിയേ, ഇത് എ പ്ലസ് 10d ഈസിക്കൽ 38, ഇത് എ പ്ലസ് 15d ഈസിക്കൽ 73. അങ്ങനെയല്ലേ ചെയ്തേ? ഞാൻ ഫസ്റ്റ് എ പ്ലസ് 15d എടുത്തു. അപ്പൊ ഇപ്പുറത്ത് മൈനസ് വരത്തില്ലേ? അല്ലല്ലോ, ഒരു സെക്കൻഡ്. ഇത് രണ്ടും മൈനസാ, സോറി, എനിക്ക് തെറ്റിയതാ. ഇത് രണ്ടും മൈനസാ, വെട്ടിപ്പോവും. ഓക്കെ, രണ്ടും മൈനസ് ആണ്, വെട്ടിപ്പോവും. അപ്പൊ 7 വരും. ഓക്കെ, 7 വരുവാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്കും ഇത് മൈനസ് വരും. അപ്പൊ ഇവിടെ -32 വരും. കറക്റ്റ് ആണ്. ഓക്കെ, കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് ഇനി കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. A31 കണ്ടുപിടിക്കാൻ എളുപ്പം എന്താ? എ ഓൾറെഡി കിട്ടി. -32 പ്ലസ് 29 ഇൻറ്റു 7 ചെയ്താൽ മതി. നമുക്ക് -32 പ്ലസ് 9 7 63, 6 7 14 6 20. അപ്പൊ നമുക്ക് 203, 200 ന്ന് 30 പോയി കഴിഞ്ഞാൽ 170. 203 30 പോയി കഴിഞ്ഞാൽ 173. 32 -171 ആണോ കിട്ടിയേ? അല്ല, 178. 171 178. 178 ഓ? 57 63 6 7 14 ഓക്കെ, 178. അതെന്താ? A31 ഞാൻ A പ്ലസ് 29d എന്നാണ് എടുത്തത്. A പ്ലസ് 30d അല്ലയോ അല്ലേ? അതെ. അപ്പൊ ഇവിടെ 210 വരും. ഓക്കെ, അപ്പൊ കറക്റ്റ്. ഇനി നമുക്ക് എട്ടാമത്തെ ഒന്ന് ചെയ്ത്. എട്ടാമത്തെ
കിട്ടണില്ല. കിട്ടുന്നില്ല. ഓക്കെ, നോക്കിയേ, എ പി കൺസിസ്റ്റ് ഓഫ് 50 ടേംസ് ഓഫ് വിച്ച് തേർഡ് ടേം ഈസ് 12 ആൻഡ് ലാസ്റ്റ് ടേം ഈസ് 106. അപ്പൊ 50 ടേംസിന്റെ ലാസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ എ 50 അല്ലേ, 106. അതെ. ഫൈൻഡ് ദ, എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത്, ഫൈൻഡ് ദ, ഫൈൻഡ് ദ 29th ടേം എന്നാ കേട്ടോ, 29th ടേം ആണ്. ഓക്കെ, എ 50 106 ആണെങ്കിൽ പിന്നെന്താ, നമുക്ക് എന്താണ് A3 എന്ന് പറയുന്നത് 12 ഉണ്ട്. അപ്പൊ ഇനിയിപ്പോ 29 കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, A29 കണ്ടുപിടിക്കാൻ വേണ്ടി A+28D ചെയ്താൽ മതി. ശരിയാണോ? അതെ. ആണോ? അതെ. ആണ്. അപ്പം A+50D എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, A50 ഈസ് ഈക്വൽ ടു A പ്ലസ് എന്താ 49D. അങ്ങനെയാണെങ്കിൽ 106 ഈസ് ഈക്വൽ ടു A+49D. അങ്ങനെയാണെങ്കിൽ അതൊരു ഇക്വേഷൻ. അടുത്ത A3 എന്ന് പറയുന്നത് 12 ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, A3 12 ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ, അതായത് നമ്മൾ A3നെ നമുക്ക് A+2D എന്നാണല്ലോ എഴുതുന്നത്. A3 ഈസ് ഈക്വൽ ടു A+2D ആണ്. A3 12 ആണെന്ന് തന്നിട്ടുണ്ട്, അപ്പൊ A+2D എന്ന് എഴുതും. എന്നിട്ട് എന്ത് ചെയ്യുക, രണ്ട് ഇക്വേഷൻ എടുക്കുക, എന്താ A49D ഈസ് ഈക്വൽ ടു 106. അടുത്തത് എന്താ A+2D ഈസ് ഈക്വൽ ടു 12. മൈനസ് ചെയ്യുക, മൈനസ് ചെയ്യുമ്പോൾ 0 വരും, ഇത് 47D വരും. ഇത് 106 ന്ന് 12 മൈനസ് ചെയ്യുമ്പോൾ 106 ന്ന് 10 മൈനസ് ചെയ്യുമ്പോൾ 96, പിന്നെയാണ് 94. അപ്പം D ഈസിക്കൽ എന്ത് വരും, D ഈസിക്കൽ ടു 94 ഡിവൈഡ് ബൈ 47 എന്ന് പറയുമ്പോൾ 47 ഇൻറ്റു 2 ആണ് 94. ഇനിയും കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ, A29 എന്ന് പറഞ്ഞു. ഞാൻ ആ 29 തരാത്തോണ്ടല്ലേ കൺഫ്യൂഷൻ വന്നേ, ആണോ? ഓക്കെ. അപ്പം ഡി കിട്ടിയെങ്കിൽ നമുക്ക് ഇനി എയും കൂടെ കണ്ടുപിടിക്കണം. എ കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ ചെയ്യാം, A+2D ഈസിക്കൽ ടു 12 എന്നാണ്. അപ്പം A+2D നമുക്ക് 2 ഇൻറ്റു 2 എന്നാക്കാം, ഈസിക്കൽ ടു 12 ആക്കാം. അപ്പൊ A+4 ഈസിക്കൽ ടു 12. അവിടുന്ന് A ഈസിക്കൽ ടു 12 മൈനസ് 4 ഈസിക്കൽ ടു 8. ഇനി നമുക്ക് A29 ആണ് കണ്ടുപിടിക്കുന്നത്. A29 ഈസിക്കൽ A+28D ആണ്. A കിട്ടിയിട്ടുണ്ട് 8 പ്ലസ് 28 ഇൻറ്റു 2. അപ്പൊ നമുക്ക് 8+28 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 56 ആണ്. 56ഉം 8ഉം 64. ഇതായിരിക്കും തന്നെ. ഓക്കെ, അപ്പൊ ഒരു കാര്യം നമുക്ക് എന്നാ പിന്നെ ഇങ്ങനെ നിർത്തിയാലോ.